ഒരുപാട് മാലകൾ ആരെങ്കിലും സാധനങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ വേഗം വന്ന് ഇവിടുന്ന് പർച്ചേസ് ചെയ്തു. അടുത്ത് പിന്നെ ഇവിടെ ബൂസ്റ്റ് വിവരറിഞ്ഞിട്ടുണ്ട്. വേഗം ഓടിക്കോ. ആ ഉമ്മ മധുരം കൊടുക്കുന്ന പോലെ ഇച്ചിരി മധുരം മകളുടെ വായിലേക്ക് കൊടുക്കണേ. നമ്മളെ കല്യാണം കഴിഞ്ഞു. നമ്മളല്ല ഫുഡ് എടുക്കലല്ലേ കഴിഞ്ഞു. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അതെ, ഇന്ന് നമുക്ക് ഒരു പരിപാടി ഉള്ളത് നമ്മുടെ തൊട്ടപ്പുറത്തെ ഞാൻ സ്ഥിരമായിട്ട് ഫോട്ടോ എടുക്കുന്ന വീടുണ്ടല്ലോ, അവിടുത്തെ ചെറിയ മോളുടെ നിക്കാഹാണ് കേട്ടോ. നാളെയാണ് നിക്കാഹ്. അപ്പോൾ ഇന്ന് തലേ ദിവസത്തെ ഫംഗ്ഷനൊക്കെ ഉണ്ട്. അവിടെ എന്തായാലും അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ്. ഈ ഡ്രസ്സ് ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിതാ ഈ IBR വാങ്ങിച്ച ഡ്രസ്സാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ് കേട്ടോ. സുലു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സുലു ഇന്നുമോളും. അപ്പോൾ ഞാൻ സുലുവിന് ഇന്നുമോളും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാട്ടോ ഞാൻ പറഞ്ഞ കല്യാണ വീട്. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ ഈ വീടുള്ളത്. നീ ഇത്ര ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചോ? നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ? അവരൊക്കെ പോയി ഓടിപ്പോയിട്ട് സുലൈമാൻ ഇന്നുമോളെ കുളിച്ചിട്ട് വാ. നിങ്ങളൊക്കെ ആദ്യം പോയി ഫുഡൊക്കെ കഴിച്ചില്ലേ? ഗൈസ്? താങ്ക് യു. ചായ കുടിച്ചു? കല്യാണത്തല്ലേ തിളങ്ങണ്ടേ? നല്ല ഭംഗിയുണ്ട്. ഞാൻ വരുന്നുള്ളൂ. സൂലു ഇവലൊക്കെ ഉണ്ട്. അവര് വന്നിട്ടില്ലേ? യാമില്ല, സുലു ഉള്ളു. നീ ബീച്ചിൽ പോയിട്ടോ? ഞങ്ങൾ തന്നെ ഫുള്ള് മണലോണ്ടാ വന്നത്. ഇതാരാ പുതിയൊരു ന്യൂ കമർ? നിന്റെ പേരെന്തായിരുന്നു? അതിന്റെ കൂടെ ഇംഗ്ലീഷിൽ കൂടെ ഉണ്ട്, ഐഷായെ. ഇങ്ങനെ കാണാൻ ഇരുട്ടല്ലേ? അതെ, ലൈറ്റ് ലൈറ്റ്. അപ്പൊ അവര് പറഞ്ഞോ അങ്ങനെ ഒക്കെ. ഞാനും പെട്ടെന്ന് തന്നെ ഞാനും ചുരിദാറൊക്കെ ഇട്ട് ഞാനും സെറ്റ് ചെയ്യും. ഓളപ്പോ സെറ്റ് ആയിട്ടില്ലേ? ബ്ലാക്ക് ഷാളല്ലേ പുതിയത്? ഏറ്റവും പുതിയല്ലേ? പഴയ പുതിയതുണ്ടായിരുന്നു. ഭാഗ്യം കണ്ടിട്ടില്ല. ഏറ്റവും പുതിയതാണ് വേണ്ടത്. എന്നെ കൂട്ടാതെ സീറ്റിലൊക്കെ ഇരിക്കുന്നു ഗൈസ്. ഇവരെൻ്റെ കൂടെ വന്നിട്ട് കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്നൊക്കെ സീറ്റ് കിട്ടും. ഒപ്പനയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഈ സന്തോഷത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. അത് ആകസ്മികമായി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ ഒരു മ്യൂസിക് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സന്ദർഭവശാൽ അവർ എത്തിച്ചത് ഇനിയും താമസിക്കും. സാദിഖയ്ക്കും ഷഹനാൻ്റെയും, സാദിഖ വാപ്പാൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് കൂടിയാണ് കേട്ടോ. 2 പെൺമക്കളാണ് ഇവരൊക്കെ ഉള്ളത്, സോഫിയയും സോണിയും. സോഫിയ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അവൾ ലണ്ടനിൽ സെറ്റിൽഡാണ്, ആർക്കിടെക്റ്റാണ് കേട്ടോ. ആൻഡ് ഇത് ചെറിയ ആളാണ്. സോ ഇവർ മോസ്റ്റ്ലി ഇവിടെ ഉണ്ടാവാറില്ല കേട്ടോ. സാദിഖ അബുദാബി ബേസ്ഡ് ആണ്. സോ ഇവർ പഠിച്ചതും വളർന്നതൊക്കെ അവിടെയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് അവർ ഈ വീട് വാങ്ങിച്ച സമയത്ത് കുറച്ച് ഇയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇവർ MAസിലാണ് പഠിച്ചിരുന്നത്. അപ്പം ആ ഒരു സമയത്ത് സോഫിയായിട്ട് നല്ല കൂട്ടായിരുന്നു. അന്ന് സോണിയ ചെറുതായിരുന്നു കേട്ടോ. ഇപ്പോൾ വലിയ കുട്ടിയായി, ഒരു ബ്രൈഡായി. അപ്പം അവളുടെ മേക്കപ്പ് കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചു കേട്ടോ, ഇത് ആരാ ചെയ്തതെന്ന്. അപ്പോൾ നമ്മുടെ കുഞ്ചൂസിൻ്റെ സംഗീത് നൈറ്റിന് മേക്ക് ഓവർ ചെയ്തിട്ടുള്ള മേക്ക് ഓവർ ബൈ നമിയാണ് കേട്ടോ. അവൾ നമ്മളുടെ പട്ടാമ്പിക്കാരിയായിരുന്നു. ഓൾറെഡി അവൾ ഭയങ്കര ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. അതിൻ്റെ കൂടെ നമിയുടെ ആ ഒരു മേക്ക് ഓവർ കൂടി ആയപ്പോൾ ഭയങ്കര അടിപൊളി. എന്നോ ഇതൊക്കെ കണ്ടപ്പോൾ നിനക്ക് കല്യാണം കഴിക്കാനൊരു മേക്കപ്പ് കണ്ടപ്പോൾ അങ്ങനത്തെ മേക്കപ്പ് ഇടാൻ കൂടി കെട്ടാൻ കൂടി നമ്മൾ ഊഞ്ഞാലുമ്പോൾ നമ്മൾ അതേ സെറ്റപ്പ് മേക്കപ്പ് മതി. നിനക്ക് അതുപോലെ ആ ഉമ്മ മധുരം കൊടുക്കുന്ന പോലെ ഇച്ചിരി മധുരം മകളുടെ വായിലേക്ക് കൊടുക്കണേ. ഞാൻ ആദ്യം ശമ്പളം കൊടുക്കണം. നല്ല മധുരമാണ് കയ്പാണ് തരുന്നത്. അവിടെ ഉണ്ടാവും അനക്ക് തന്നെ അതിലെ കല്യാണം കഴിയുമ്പോൾ മുപ്പ് കാണാം. എന്നിട്ട് അവിടെ പോയിട്ട് മ്യൂസിക്കിന്റെ കാലഘട്ടമാണല്ലോ. അപ്പൊ
അങ്ങനെ കഴിവുള്ള കുട്ടികൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വല്ല നല്ല കാര്യം ആക്ച്വലി ഞങ്ങൾക്ക് നാളെ കാലിക്കറ്റ് പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സോലു ഇന്നൂസ് വന്നത്. അതുകൊണ്ട് അവർക്ക് മെഹന്തി നൈറ്റിലൊന്ന് പങ്കെടുക്കാനായി. ഇനി നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് നമ്മുടെ നിക്കാഹ് വെച്ചിട്ടുള്ളത്. അപ്പോഴത്തേനും ഞങ്ങൾ കോഴിക്കോട് നിന്ന് വന്നിട്ട് അതിനും കൂടി പങ്കെടുക്കണം എന്നായിരുന്നു ആഗ്രഹം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതുപോലെ വെഡിങ്ങും ഫംഗ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റിയൊരു സീസൺ ആട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഫുഡും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഗീ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തി, പൊറോട്ട, ബീഫ് കറി, ചിക്കൻ ഫ്രൈ, അതുപോലെ വെജിറ്റബിൾ കുറുമ, പിന്നെ സാലഡ്സ്. ഈവനിങ് ടീയും സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിക്കാൻ എത്താൻ പറ്റില്ല. പിന്നെ ഫുഡിന് ശേഷം നല്ല പായസം, അതുപോലെ കോഫി, ബൂസ്റ്റ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഫുഡും നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ. മൊബൈൽ വാഷ് ബേസ് ഉണ്ടോ? അപ്പൊ നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ അവിടെ ബൂസ്റ്റ് ഹോർലിക്സ് അത് ഇവരറിഞ്ഞിട്ടുണ്ട്. വേവാ ഓടി കോഫിയും ബൂസ്റ്റ് ഹോർലിക്സും ഉണ്ട്. ഒരു ബൂസ്റ്റ് കുടിക്കേണ്ടതാണ്. അതെ, അതിനാ ഞങ്ങൾ വന്നത്. ഇവിടെ പായസം കൊടുക്കുന്നുണ്ട്. അതെ, കുടിച്ചിട്ടുണ്ട്. ബാക്കി ഡാഡിന്റെ പ്ലേറ്റ് നോക്കൂ. പരിപാടി അടിപൊളി, ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആരാ കാറ്ററിംഗ്? ആരാ നിങ്ങൾക്ക് അറിയില്ല? CMB കാരല്ലേ കാറ്ററിംഗ്? ആരാ? CMB അല്ലേ? അടിപൊളിയാ ഫുഡൊക്കെ. മണിക്കാണ്. അതുപോലെ വൈറ്റ് ഷർട്ടിലാണ് നമ്മൾ സോണിയന്റെ ഉപ്പ, അതായത് സാദിക്ക. ഇവർ രണ്ടുപേരും നമ്മളെ വാപ്പാന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ഇവര് ഫുഡൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഓ ഓക്കെ, ഇൻഷാല്ലാ. ഓ അങ്ങനെ നമ്മള് കല്യാണം കഴിഞ്ഞു. നമ്മള് ഫുഡ് എടുക്കലല്ലേ കഴിഞ്ഞു. അപ്പൊ നിക്കാഹിന്റെ തലേന്ന് മെഹന്തി നൈറ്റാ കഴിഞ്ഞത് കേട്ടോ. ഇനി നാളെ എൻഗേജ്മെന്റ്, സോറി ഈവനിങ് ആണ് കല്യാണം ഉള്ളത്, നിക്കാഹ്. ഞങ്ങൾ അപ്പത്തിനും കാലിക്കറ്റ് നിന്ന് വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പോവാം. ചെലവ് മൊത്തം ചുരുക്കാനാണ്. നേരെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ നിക്കാഹ് ഗാവിത്ത് നാളെയാണ് ഗാനമേള ശരിക്കും ഗായ്സ്. അപ്പൊ ഞങ്ങൾ നാളെ കാലിക്കറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, അപ്പോൾ ആ വിശേഷം കൊണ്ട് കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്. റെഡി ആവുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ കാലിക്കറ്റ് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ലൈക്ക് ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. സോ നല്ല തിരക്കായിരിക്കും എന്നറിയാം. ഞാൻ ഇന്ന് ഇട്ട എൻ്റെ ചുരിദാർ നോക്കൂ ഗൈസ്, നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതെനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഡിസൈൻ ചെയ്ത് തന്നതാണ് കേട്ടോ. പേജ് ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ ആൻഡ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വെൽവെറ്റ് എന്ന് പറഞ്ഞൊരു പ്രീമിയം ക്ലോത്ത് ആണ് കേട്ടോ. നല്ല കംഫർട്ടും ആണ്. ഇത് ഞാനിങ്ങനെ ഫുൾ ലെങ്ത്തിൽ ഇങ്ങനെ സ്ലിറ്റ് കൊടുത്തിട്ട്, അതുപോലെ ആംഗിൾ ലെങ്ത്തിലുള്ള ബോട്ടം ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഓർഗൻസയിൽ ഷാളിനും ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. ലൈറ്റിൻ്റെ ഞങ്ങൾ മഞ്ഞക്കളിയും ഞങ്ങളത് മഞ്ഞക്കളിയും ചുവപ്പുകളൊക്കെ ആയിട്ട് ഗൈസ് ഞങ്ങൾ അങ്ങ് കോഴിക്കോട് അങ്ങനെ എല്ലാം ഷൈത്താൻ്റെ ഡ്രസ്സ്. ഓക്കെ, ഷൈത്താൻ്റെ ഡ്രസ്സാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങളെല്ലാവരും കോഴിക്കോട് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കറങ്ങി കമന്റുകൾ വന്നോട്ടെ. അങ്ങനല്ല, കാള് രസമുണ്ട് എന്നൊക്കെ പറഞ്ഞോട്ടെ. എന്നിട്ട് അപ്പൊ ഞങ്ങൾ പോയിട്ടൊന്ന് കറങ്ങിട്ടത്. ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ എന്തൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ. ഞങ്ങൾ ഈ ട്രിപ്പിൽ ജാസി കുട്ടി കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഷൈത്ത കംപ്ലൈന്റ് പറയായിരുന്നു കേട്ടോ. അപ്പൊ ഓളെ കൂട്ടണില്ല, അവന് ഒന്ന് പ്രസവിച്ചപ്പോൾ ഓൾക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തതാ. പണ്ട് ഓളായിരുന്നു മുമ്പില്. ഓളെ മറ്റാരും അനുഗാമികൾ ആരും ഇല്ല. നെജിത്തക്ക് പകരം അനുമോളുണ്ട്, ജാസ്മിക്ക് പകരം ഉണ്ണിക്കുട്ടനുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാളും ഓനില്ല കേട്ടോ. ഇവിടെ കല്യാണമാണ് കേട്ടോ, ഓഡിറ്റോറിയത്തിലാണ് കല്യാണം. കാണുക. അപ്പൊ ഞങ്ങള് ഈവനിങ്ങിൽ വരികയാണെങ്കിൽ മിക്കവാറും ഞങ്ങൾ നേരെ നിക്കാനും പോകും കേട്ടോ. ഓനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചോണ്ട് എന്നെ ബാക്കിൽ ഇപ്പൊ ഒന്ന് പേടിച്ചില്ലേ നീ? അവൻ പഠിച്ചു
കമ്മൽ മാത്രം കാണിക്കാം. വിജയശ്രീ ലാളിതനായിട്ട് UDF എടുത്തു, ഞങ്ങളിങ്ങ് എടുക്കുക. നമ്മുടെ ഹൈവേയിലെത്തി ഇനി അങ്ങോട്ട്. അതെ, സുഖയാത്ര. തിന്നു കുടിക്കുന്നത് ഞമ്മക്കൊന്നുമില്ല. സ്ട്രോ കിട്ടില്ല ഗൈസ്. തൂന് എന്താ അപ്പം ഞങ്ങൾ സ്വല്പം വൈകിയാലും നമ്മുടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് ജ്വൽസ് ഓഫ് മെറാൾഡ, കാലിക്കറ്റ് നമ്മളെ മാവൂർ റോഡിൽ പുതിയറയിലാണ് കേട്ടോ ഈ ഒരു ഷോറൂം ഉള്ളത്. December 1 മുതൽ December 31 വരെ ഇവിടെ ബ്രൈഡൽ ഓർണമെന്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറിയുടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഗോൾഡിൽ മേക്കിംഗ് ചാർജ് ഒക്കെ അപ് ടു 40% വരെയാണ് ഓഫ് ഉള്ളത്. അതുപോലെ ഈ ഡയമണ്ട് ഒക്കെ വാങ്ങിക്കുന്നവർക്ക് ഡയമണ്ടിന്റെ വാല്യൂയും അപ് ടു 25% വരെ ഓഫ് ഉണ്ട്. അപ്പോൾ ഗോൾഡ് ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കും കേട്ടോ നമ്മളുടെ മെറാൾഡ ജ്വൽസിൽ. അപ്പോൾ ഞങ്ങൾ ഈ ജ്വല്ലറിയിൽ വന്നതാണ് കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ട്. റീസെൻ്റിലെ ഒരുപാട് മാലുണ്ട്. ഇങ്ങനെ കിലുങ്ങും ഗൈസ്. ആരെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ വേഗം വന്ന് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് ഡിസൈൻ ഇപ്പം അടുത്ത് കണ്ട പീസുകളിൽ ഏറ്റവും നല്ല വില ആയിട്ടുണ്ട്. നല്ല കമ്മലൊക്കെ ഉണ്ട്. എത്ര പവന? ഏകദേശം 14 പവനുണ്ട്. 13-14 പവനുണ്ട് കേട്ടോ. നല്ലൊരു പീസായത്. ഇവിടുത്തെ എല്ലാ ഓർണമെന്റ്സിന്റെ കളക്ഷനും ഭയങ്കര യുണീക്ക് ആൻഡ് ഭയങ്കര പ്രീമിയം ആണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഓർണമെന്റ്സ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് തരികയും ചെയ്യും കേട്ടോ. അതായത് കുറഞ്ഞ തൂക്കത്തിൽ തന്നെ നന്നായിട്ട് ഒരുപാട് തോന്നിക്കുന്ന തരത്തിലുള്ള ഡിസൈൻസും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. ഈ ഷോറൂം ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, കാലിക്കറ്റ് മാവൂർ റോഡിൽ പുതിയറയിലാണ് കേട്ടോ. ഇത് കൂടാതെ കൊച്ചി, കണ്ണൂർ, മാംഗ്ലൂർ, ദുബായ് ഇവിടെ എല്ലാം മെറാൾഡ ജ്വൽസ് ഉണ്ട്. ബ്രൈഡൽ ഓർണമെന്റ്സ് പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ജ്വല്ലറിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന 18 ക്യാരറ്റ്സിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഉണ്ടാവില്ലേ, അതിലും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഡയമണ്ട്സിൻ്റെ കളക്ഷനും ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ December 31 വരെ അപ് ടു 25% വരെയാണ് ഡയമണ്ട് വാല്യൂവിൽ ഓഫ് ഉള്ളത്. അപ്പം ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ മെറാൾഡ ജ്വൽസ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി നോക്ക്. പിന്നെ ഈ പോൾക്കി ഡിസൈൻസ് ഒക്കെ നോക്ക്, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓർണമെന്റ്സ് ഒന്നും അധികം ആരും യൂസ് ചെയ്യില്ലല്ലോ. അതായത് ഇതിലത്തേക്ക് ഒരൊറ്റ പീസ് കിട്ടിയാൽ മതി. നല്ല സ്റ്റൈലുണ്ട്. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ കുഴങ്ങി തളർന്ന് ഒരു റെസ്റ്റോറൻറ്റ് കയറി അയലയുകയാണ്. അങ്ങനെ ഇതാ നമ്മളുടെ ഫോണിലെ ചാർജും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ഞങ്ങളുടെ ചാർജും. അപ്പം അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റൊക്കെ തപ്പി പിടിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ചൊരു 7-8 മണിക്ക് എത്തുകയാണെങ്കിലും നമുക്ക് നിക്കായിന് പോവായിരുന്നു എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നു കേട്ടോ. പക്ഷെ ഏകദേശം 9-10 മണി കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ എത്തിയതും അവരിതാ കല്യാണം കഴിഞ്ഞു. അതെ, അവിടുന്ന് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് തോന്നുന്നു. ഇതുവരെ ഞങ്ങൾ എത്തിച്ചിട്ട് ഇനിയിപ്പോ MLA അല്ലേ എടുത്തില്ലേ? ഇങ്ങനത്തെ നീ എടുക്കണ്ടാണല്ലോ, എന്ത് പറ്റി? ആ താങ്ക് യു. ഇത് നമ്മൾ ഇത് ലേഡീസിന്റെ നമുക്ക് ഗിഫ്റ്റ് തന്നെ കൊടുന്നതാ. നോക്കട്ടെ, ഇത് ലേഡീസിന്റെ വാളൊക്കെ നോക്കല്. തള്ളല്ല, നാളെ മുതൽ എക്സാം ആണ്, പഠിക്കാനുണ്ട് ഇഷ്ടം പോലെ. മലയാളം ആണെങ്കിൽ എന്താ, മലയാളത്തിൽ നല്ല 50-50. ഗൈസ്, എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്ന ഒരു പാരമ്പര്യം ഉണ്ടോ ഒരേ സ്കൂള്. പക്ഷെ രണ്ടാൾക്കും അങ്ങനൊന്നുമില്ല. മാർക്ക് കിട്ടില്ലെങ്കിൽ ഒരു സന്തോഷമുള്ള ഹാപ്പി. ഉപ്പുമാവാണ്, അതിനപ്പൊ ചൊളിച്ച് കൊണ്ടാ. ഞാൻ വെള്ളം തരാം, പാത്രം കാണിക്കാം. എന്താ കഴിക്കണില്ലാന്ന് പ്രഖ്യാപിച്ചോളൂ ഈസുന്റെ പോലെ. ഉപ്പ വേണ്ടാത്ത ആൾക്കാർ പൊക്കോളൂ, നിർബന്ധിക്കുന്നില്ല. അയ്യോ, ഉപ്പ അവിടുത്തെ നീ കണ്ടച്ചിട്ട് ഓടിപ്പോയി. എന്തത്
ഇന്നലെ പാപ്പ മുട്ടയിൽ കുരുമുളകും ഒക്കെ ഇട്ട് തന്നിരുന്നു. ഇന്ന് കുരുമുളകൊന്നുമില്ല, വെറും മുട്ടയാണ്. വാപ്പ കുരുമുളക് കൊടുത്ത് എടുത്തു അപ്പൊ ആക്രാന്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഷൂട്ടിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. സുൽത്താൻ്റെ അഭിനയം കുറേ കാലം കണ്ടിട്ട് റെഡി പോയി. ഞാനല്ലോ വില കുറഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പൈസ ഉണ്ടാവും. ഇല്ലല്ലോ. ഓക്കെ വരട്ടെ. ആ എന്താപ്പത് എന്താ സിനിമാറ്റിക് അല്ലേനോ? ആ ഓക്കെ. എന്താപ്പത് എൻജോയ് ചെയ്യാൻ വന്നിട്ട് എനിക്കൊരു മൂഡ് ഓഫ്. എന്താപ്പോ എൻജോയ് ചെയ്യാൻ വന്നിട്ട് എനിക്കൊരു മൂഡ് ഓഫ്. എന്ത് കല്യാണം? കല്യാണമൊക്കെ പഠിത്തം കഴിഞ്ഞിട്ട് മതി. അതല്ലടി എന്റെ മോൾക്ക് ഒരു കല്യാണം വന്നിട്ടുണ്ടേ. അല്ല കല്യാണം അല്ലെങ്കിൽ കല്യാണം നടത്തണമെന്നില്ല. അത്ര മാത്രം അത്ര മതി. റെഡി ആക്ഷൻ. അല്ലല്ലോ എൻ്റെ കല്യാണം നടത്തണമെന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. തരാം.